നമ്മുടെ ടൂറിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ ഇന്നാണ് ശരിക്കും മസിനഗുഡി വഴി മൈസൂരിലേക്ക്. അപ്പോൾ ഞങ്ങൾ മസിനഗുഡിയിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്, നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഒന്ന് മൈസൂരിലോട്ടുള്ള യാത്രയാണ്. അപ്പോൾ യാത്രയിലെ കാഴ്ചകളും മൈസൂരിലെ കാഴ്ചകളൊക്കെ വരുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. നല്ല മനോഹരമായ കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിലോട്ട് ഇനി വരാൻ പോകുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മസിനഗുഡിയിൽ നിന്നും മുതുമലൈ ഫോറസ്റ്റ് വഴിയാണ്. നമ്മൾ ഈ ഫോറസ്റ്റ് ചെല്ലുന്നത് കർണാടക അതിർത്തിയിലായിരിക്കും. അവിടെ നിന്ന് തുടങ്ങുന്നത് ബന്ദിപ്പൂർ ഫോറസ്റ്റാണ്, ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. നമുക്ക് ഈ പോകുന്ന വഴിക്ക് തന്നെ മൃഗങ്ങളെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മളൊരു ആനേനെ കണ്ടിട്ടുണ്ട്. ഈ കാടിനുള്ളിലൂടെ യാത്ര ആയതുകൊണ്ട് ഒരുപാട് മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു കൊമ്പൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആനയെ കണ്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വഴിനീളെ മൃഗങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ ബന്ദിപ്പൂർ വനവും ഗുണ്ടിൽപേട്ടയും നെഞ്ചങ്കോടും കഴിഞ്ഞ് നമ്മൾ മൈസൂരിലോട്ട് എത്തുന്ന അതിമനോഹരമായ കാഴ്ചകളടങ്ങിയ വീഡിയോ ആണ്. അപ്പോൾ ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട. കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആട്ടവും പാട്ടുമായി അടിപൊളി യാത്രയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നമ്മുടെ കർണാടക സ്റ്റേറ്റിലോട്ട് കിടക്കാൻ പോവുകയാണ്. വെൽക്കം കർണാടക. ഇനി നമ്മൾ പോകുന്നത് ബന്ദിപ്പൂർ ഫോറസ്റ്റിലൂടെ ആയിരിക്കും. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു കടുവ സംരക്ഷണ കേന്ദ്രമാണ് ബന്ദിപ്പൂർ. ഈ കാട്ടിലൂടെ നമ്മൾ പോകുമ്പോൾ ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണ് പോകുന്നത്. നോക്കാം എന്തൊക്കെ ഉണ്ടാവുമെന്ന്. നിങ്ങളും പ്രതീക്ഷയോടെ കാത്തിരിക്കും. അങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ട് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലോട്ട് കിടക്കാൻ പോവുകയാണ്. 2 പുലികളൊക്കെ അതിൻ്റെ മുകളിലുണ്ട്. അപ്പം ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഈ വനത്തിലൂടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റും. അതുപോലെ തന്നെ കടുവകളൊക്കെ ഒരുപാടുള്ളൊരു വനമാണ് ഈ ബന്ദിപ്പൂർ
ടൈഗർ റിസർവ്. ഈ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് വനം നമ്മുടെ വയനാട് കേരളവുമായിട്ടും അതുപോലെ തന്നെ തമിഴ്നാടുമായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം നമ്മുടെ മുത്തങ്ങ ഫോറസ്റ്റിലും ഒരു ഭാഗം നമ്മുടെ മുതുമല ഫോറസ്റ്റിലുമാണ്. ഇവിടെ നിന്നുമാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ നമുക്ക് സഫാരി നടത്താനുള്ള സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. ഇവിടെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ താമസിക്കണമെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണം റൂമുകളൊക്കെ. നമ്മൾ താമസിക്കുന്നിടത്ത് കണ്ട് ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ ഒരുപാട് മാനുകളെ കാണാൻ കഴിയും, കണ്ടില്ലേ? അപ്പോൾ നമ്മൾ താമസിക്കുകയാണെങ്കിൽ നമ്മൾ താമസിക്കുന്നതിന് തൊട്ടടുത്ത് നമുക്ക് മാനുകളൊക്കെ കാണാനായിട്ട് കഴിയും. ഇവിടെ നമുക്ക് ഓൺലൈനായി മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ തോന്നുന്നുണ്ട് താമസ സൗകര്യം. പക്ഷേ നമുക്ക് സഫാരി നടത്താൻ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സഫാരിയൊക്കെ നടത്താൻ പറ്റും. 600 രൂപയാണ് സഫാരിക്കുള്ള ചാർജ് ബസ്സിന്. നമ്മൾ നേരിട്ട് ബുക്ക് ചെയ്യാനും പറ്റും, ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കാനും പറ്റും തോന്നുന്നു. നമ്മൾ പക്ഷേ ഓൾറെഡി മുതുമലയിൽ സഫാരി നടത്തിയതുകൊണ്ട് ബന്ദിപ്പൂർ സഫാരി നടത്താനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടില്ല. നേരെ മൈസൂറിലോട്ട് പോവുകയാണ്. അങ്ങനെ ബന്ദിപ്പൂർ റിസർവ് കഴിഞ്ഞു, ടൈഗർ റിസർവ്. ഈ ഗുണ്ടൽപേട്ടയുടെ കൃഷിയിടങ്ങളാണ്. അവിടെ എന്തോ ഒരു സംഭവം ഉണ്ടോ, അമ്പലം, ശിവന്റെ നമ്മളിപ്പം ഗുണ്ടൽപേട്ടയിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ യാത്ര ഗുണ്ടൽപേട്ട ടൗണിലൂടെയാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇവിടെ ആരും ഹെൽമെറ്റ് ഇടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എല്ലാവരും ഹെൽമെറ്റ് ഇല്ലാതെയാണ് യാത്ര ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെക്ക് പോസ്റ്റ് ഇല്ല, പക്ഷേ ഇവിടെ നമ്മൾ പൈസ അടച്ചിട്ട് പോകണം. പാസ് എടുക്കണം. കുറച്ച് പൈസ അടച്ചിട്ട് പാസ് എടുത്തിട്ട് പോകണം. എത്രയെന്ന് അറിയില്ല, ഡ്രൈവറാണ് ഒക്കെ ചെയ്തത്. ഇതുണ്ടോ, ശ്രദ്ധിച്ചു നോക്ക്, ആരും ഹെൽമെറ്റ് വെക്കാതെയാണ് ബൈക്ക് ഓടിക്കുന്നത്, കണ്ടില്ലേ? ആരും വെച്ചിട്ടില്ല, ഒരുവിധം ആരും തന്നെ ബൈക്കിൽ ഹെൽമെറ്റ് ഇല്ലാതെയാണ് ഇവിടെ ഓടിക്കുന്നത്. ഇവിടെ പ്രശ്നമില്ലാന്ന് തോന്നുന്നുണ്ട്. കൃഷിയിടങ്ങളാണ്. ചെറിയ മാവുകളാണ്.
അങ്ങനെ നമ്മുടെ യാത്ര നെഞ്ചങ്കോട് എത്തിയിരിക്കുകയാണ്. മൈസൂരിൽ ഇവിടെ നിന്നാണ് നമുക്ക് ട്രെയിൻ സർവീസ് തുടങ്ങുന്നത്. നെഞ്ചങ്കോട് നമ്മുടെ നിലമ്പൂർ നെഞ്ചങ്കോട് റെയിൽവേ അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ, നെഞ്ചങ്കോട് നിന്ന്. ആ കാണുന്നതാണ് മൈസൂർ എയർപോർട്ട്. അവിടെ ഒരു വിമാനമൊക്കെ നിർത്തിയിട്ട് കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ വണ്ടി വളരെ സ്പീഡിലായതുകൊണ്ട് നമുക്കത് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതൊരു കുറച്ച് പൊക്കത്തിലായിട്ടാണ്. അങ്ങനെ നമ്മൾ മസിനഗുഡി വഴി മൈസൂരിലോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മുടെ മൈസൂരിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. അതും നിങ്ങൾ കാണാത്ത കാഴ്ചകളായിരിക്കും അധികവും. ഇത് കണ്ടോ, കരിമ്പൻചണ്ടി കൊണ്ട് പോകുന്നുണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. മൈസൂർ കാഴ്ചകൾ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം. ഞാനത് ശരിക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. മൈസൂരിൽ ഞങ്ങൾ താമസിക്കുന്നതേ ഈ ബിൽഡിങ്ങിലാണ്. ഇതൊരു കല്യാണ മണ്ഡപമാണ്. ഇതിൽ നമുക്ക് റൂമുകളുണ്ട്. അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഇതിൻ്റെ ഉൾവശത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. താഴെയാണ് കല്യാണ മണ്ഡപത്തിൻ്റെ ഹാളൊക്കെ. നമ്മുടെ ബസ് ഇവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ മൈസൂരിൽ നേരത്തെ ബുക്ക് ചെയ്താണ്. ഇവിടെ റൂമുണ്ട്. ഇതൊരു കല്യാണ മണ്ഡപമാണ്. ഇവിടെയാണ് നമ്മൾ താമസം. രണ്ട് പേർക്ക് കിടക്കാവുന്ന ഒരു ബെഡുണ്ട്. വലിയ ബെഡാണ്. അലമാരയുണ്ട്, കണ്ണാടുണ്ട്, ഒരു കണ്ണാടി ഉണ്ട്, പിന്നെ ബാത്റൂം ഒക്കെ സൗകര്യമുള്ളൊരു സംഭവം. ഇല്ല, ഇനി ഇതിൻ്റെ മുന്നിന്നുള്ളൊരു ഇതുണ്ട്. ആ വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ താമസിക്കുന്നിടത്ത് മുന്നോട്ട് നോക്കിയാൽ കാണുന്ന കാഴ്ചയാണ്. മൈസൂരിലെ വളരെ മനോഹരമായ കാഴ്ചകൾ. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം. എല്ലാവർക്കും നന്ദി.